ഇതെന്താണെന്നറിയാ? ഈ സൈഡിലുള്ളതല്ലേ? ഇത് ഓവർഫ്ലോ വെള്ളമല്ലേ? അല്ല 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 അല്ല. എന്താണ് ഇതെന്താന്ന് വെച്ചാല്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കിളികൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ കിളികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കിളികളുണ്ട്. അവർക്ക് ഇവിടുന്ന് കുളിക്കാനും കുടിക്കാനും ഉള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഈ സൈഡിലുള്ള ഈ ഭാഗം അല്ലേ? ഈ സൈഡിലുള്ളത്. അത് ശരിയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ പലക എടുത്തത് ഏറ്റവും താഴെ നിന്നാ, എന്നിട്ട് പോലും വെള്ളത്തിന് യാതൊരു കലക്കോ ഒരു തെളിവ് കുറവോ സംഭവിച്ചിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഇപ്പോഴല്ല ആ ഒരു വെള്ളം ഇളകുക എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഇതിന് സംഭവിച്ചില്ല കേട്ടോ. ഒരു കണ്ണാടി, നമ്മളെ മിറർ എന്നൊക്കെ പറയില്ല, അതുപോലെ സംഭവം തന്നെ. ഹായ്, അപ്പോൾ ഞാൻ എന്നുള്ളത് വയനാടാണ് കേട്ടോ. വയനാട്ടിലെ മീനങ്ങാടി വട്ടത്തുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിവിടെ. വയനാട് ഈ ഒരു ഏരിയയിലൊക്കെ വളരെയധികം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ണാടി കിണർ, കണ്ണാടിയെ പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളമുള്ള ആ ഒരു 2.25 മീറ്റർ മാത്രം വലിപ്പമുള്ള ആ ഒരു കിണർ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഈ അടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വൈറലായ ഒരു കിണറാണിത്. അപ്പോൾ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വരാൻ ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നാണ് നമുക്കത് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ എന്നുള്ളത് ആ ഒരു കിണർ നിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ. കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അതിലെ വെള്ളം ഒരു മുറുക്ക് കുടിച്ചപ്പോൾ അതിനെക്കാട്ടിലും ഞെട്ടിപ്പോയി. ഏതായാലും നമുക്ക് കാണാം, വാ. അപ്പോൾ നമ്മുടെ ഈ ഒരു കിണറിന്റെ ഉടമസ്ഥനും നമ്മളെ കൂടെ കൂടുന്നുണ്ട്. മൊയ്തുക്ക എന്നാണ് പേര്. മൊയ്തുക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പോൾ നമ്മൾ കിണർ കാണിച്ച കിണറവിടെ? കിണറിലാണ് ഞാൻ ഇരിക്കുന്നത്. കിണറ്റിലോ? അതെന്ത് സംഭവം? കണ്ടില്ല, ഇതാണ് കിണറല്ലേ? ഇത്ര ചെറിയ കിണറല്ലേ? ഇതാണ് അതിന്റെ അടപ്പ് വരുന്നത്. ഓക്കെ, അയ്യവാ. അപ്പോൾ സജാദ് കാണിച്ചു കൊടുക്ക്. കണ്ണാടി കിണർ പറഞ്ഞാൽ ഇതാണ് സംഭവം ഞാൻ ഉദ്ദേശിച്ചോ. കണ്ണാടിയെ പോലെ വെട്ടിത്തിളങ്ങുന്ന, ഒരാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് നമ്മുടെ മുഖം ഫേസ് കാണാൻ പറ്റുന്നൊരു കിണർ. ആകെ 2.25 മീറ്റർ മാത്രം വലിപ്പട്ടോ. ഈ ഒരു കിണറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇന്ന് വയനാട് ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ കിണറിനെ കുറിച്ച് അറിയാത്തവരാരും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനാണ് നമ്മളെ മൊയ്തുക്ക. മൊയ്തുക്ക, എന്താ വിശേഷം? അൽഹംദുലില്ലാ. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഈ ഒരു കിണറും മൊയ്തുക്കയാണ് ഇപ്പോൾ ഇതിൽ വൈറലായി നിൽക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഒരു കിണർ? എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് എന്താ ഞാൻ പറയാ. പക്ഷെ എന്തായാലും ഒരു പനയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. 13 വർഷമായിട്ട് പന, അതായത് നാട്ടിൽ കരിമ്പന പറയും, ഇവിടെ പന എന്ന് പറയും. പനയുടെ ഇതാണ് ഈ സാധനം വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് സത്യം പറയട്ടെ, ഞാൻ ഇത് ആദ്യം കണ്ടപ്പോൾ ഇതൊരു വീപ്പക്കുറ്റിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇത് പനയാണല്ലോ അല്ലേ? ഓക്കെ, പിന്നെ ഈ വെള്ളത്തിന് ഇത്രയും ക്ലിയർ കളർ ഉണ്ടാകാൻ കാരണം എന്താ? ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ വെള്ളം. അതിന്റെ കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായിട്ടാണല്ലോ. ഈ പന എന്ന് പറഞ്ഞാൽ പന തുറന്ന് അതിന്റെ ചോറ് കളഞ്ഞിട്ട് അതിന്റെ വൃത്തിയാക്കിയിട്ട് അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്നതാണല്ലോ. അതിനകത്ത് ഉണ്ടാവുന്നതുകൊണ്ടാണത്. നമ്മുടെ മൊയ്തുക്കാന്റെ ഈ കിണറും ഈ കിണറ്റിലെ ഈ അടുത്തുള്ള നാട്ടുകാരൊക്കെ ഈ ഒരു കിണറിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത് കേട്ട്. ഏകദേശം 6ഓളം കുടുംബങ്ങളിലെ മാത്രമല്ല, ഞാൻ അത് കുടിച്ചു നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു മധുരം ഫീൽ ചെയ്യുന്നതിന് എന്താ കാരണം? അതതിനകത്ത് നെല്ലിക്ക, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നെല്ലിക്കല്ലേ, നെല്ലിമരം. ആ മരത്തിന്റെ നമുക്ക് കാണാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. ഓ, എടുക്കാം. അടിപൊളി. എൻ്റെ കളറിനെ കണ്ടില്ലേ? വെള്ളത്തിൻ്റെ കളറെ നോക്കി നിങ്ങൾ, അടിപൊളി. ഓ, ഇങ്ങനെ കയറ് കെട്ടി വെച്ചേക്കാണല്ലേ? നിങ്ങൾ പൊക്കി കാണാൻ പറ്റുമോ അതോ അത് ഫിക്സ് ആക്കി വെച്ചേക്കാം? ഇങ്ങനത്തെ ഒരു മരത്തിന്റെ പീസ് അല്ലേ? ഇത് നെല്ലിയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ആ വെള്ളത്തിന്റെ ടേസ്റ്റ് മാറ്റം വരുന്നത്. പിന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചെറിയൊരു ചമർപ്പ്, ആ ഒരു മധുരത്തിന്റെ ആ ചക വരുന്ന ഈ സംഭവം കൊണ്ടാണോ? ആണല്ലേ? അത് നമ്മൾ എല്ലാ കിണറ്റിലും വെച്ചെല്ലാം മാറ്റം ഉണ്ടാവോ? മിക്കവാറും ഉണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 2.25 മീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ കിണറെന്ന് മൊയ്തുക്ക പറഞ്ഞു. ഇത്ര കാലമായിട്ട് ഇതിൽ വെള്ളം വറ്റുകയോ അങ്ങനെ? എത്ര വർഷമായിട്ട്? 13 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊരു അത്ഭുത കിണറിനല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ സൈഡ് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ അവിടെ വേറെ, ഇപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാൻ കാരണം? ഇത് പിന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു എന്താ പറയാ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റിന്റെ റിങ് ഇട്ടിട്ട് അതിൽ മണ്ണ് നിറച്ച് ശരിക്കും ഉറപ്പിച്ചതിന് ശേഷം മുകളിൽ കോൺക്രീറ്റ് ഇട്ടതാണ്. ആണല്ലേ? അപ്പൊ ഒരു ഭംഗിയായല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ പലക എടുത്തത് ഏറ്റവും താഴെ നിന്നാ, എന്നിട്ട് പോലും വെള്ളത്തിന് യാതൊരു കലക്കോ ഒരു തെളിവ് കുറവോ സംഭവിച്ചിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഇപ്പോഴല്ല ആ ഒരു വെള്ളം ഇളകുക എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഇതിന് സംഭവിച്ചില്ല കേട്ടോ. ഒരു കണ്ണാടി, നമ്മളെ മിറർ എന്നൊക്കെ പറയില്ല, അതുപോലെ സംഭവം തന്നെ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ കറക്റ്റ് കാണാൻ പറ്റും. ഇതൊക്കെ എന്ത് തോന്നുന്നു ഈ കിണർ? നിങ്ങൾക്ക് എന്താ അതിന്റെ ഫീൽ? എന്താ ഒരു അത്ഭുതമാണല്ലോ സംഭവം. എന്താ ഫീല് എന്താന്ന് വെച്ചാല് വലിയൊരു സന്തോഷമാണ്.
ഇവിടുന്ന് കുളിക്കുക, അതുപോലെ കുളിക്കുക, ഈ വെള്ളത്തിൽ കുളിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക, ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഉന്മേഷം കിട്ടുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ആ നെല്ലിപ്പലയും കൂടി ഇട്ടവനെ കൊണ്ട് ഒരു ഔഷധ ഗുണമുള്ള വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവോ അല്ലേ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. കാരണം നിങ്ങൾ ഇവിടെ ഈ കിണറിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചൊരു ഏരിയ തന്നെ കാണുമ്പോൾ ഭയങ്കര പ്രകൃതിദത്തമായിട്ട് എനിക്ക് തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 42 ഡിഗ്രി 43 ഡിഗ്രി ചൂടിലൊക്കെ നമ്മളെല്ലാവരും നിന്ന് പോകുന്നത്. ആ ഒരു സമയത്തും ഈ ഒരു കണ്ണാടി കിണറിലെ വെള്ളം പറ്റുന്നില്ല എന്നാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്, നമ്മളെ കണ്ണാടി കിണർ വെറുതെ പറയല്ല, നമ്മളിത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എൻ്റെ അത് GoPro ആണ്, അതുകൊണ്ട് ചെറിയൊരു ഇരുട്ടുണ്ടാവും, എന്നാലും നമ്മുടെ മുഖം നമുക്ക് ശരിക്കും കാണാട്ടോ. ഇതിലുണ്ടാവും മുഖത്തിൽ ഓരോ രോമങ്ങളും നമുക്ക് കറക്റ്റ് ഇങ്ങനെ എടുത്ത് കാണാം. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇതിൽ കാണാൻ പോകുന്നത്. ഒന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കാൻ തോന്നും. അടിപൊളി. അപ്പോൾ എന്തായാലും ഞാനിതിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ആ വെള്ളത്തിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇത് തോന്നില്ല. മൊയ്തുക്ക് വരി, മൊയ്തുക്കനെ ഗ്ലാസ് തന്നെ ഒരു വെറൈറ്റി ആട്ടോ. ഉണ്ടോ മൊയ്തുക്ക? നമുക്കൊന്ന് എടുത്തു നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒഴിച്ചുതരാം വെള്ളം. അപ്പോൾ നോക്കി നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളറ് ഉണ്ടോ? ഇതിലേക്ക് ഒഴിക്കുന്നതോട് കൂടി സിമ്പിളായോ. ഇതിൽ ഒരു ഗ്ലാസ് ഞാനും ഒരു ഗ്ലാസ് മൊയ്തക്കും കുടിക്കാൻ വേണ്ടി പോയി. മൊയ്തൊക്കെ കുടിച്ച് മടുത്തിട്ടുണ്ടാവും. ഞാൻ ഇതിൽ വെള്ളത്തിൻ്റെ പറഞ്ഞല്ലോ, ആ നെല്ലിപ്പലിട്ടുണ്ട് വേറൊരു വൈബാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നിനക്കാ എന്താ കുടിക്കാം. നെല്ലിപ്പല വേറെ മറ്റേ വൈബാണ് മക്കളെ. ഇന്ന് ഞാനിപ്പോൾ അറിയാട്ടോ സംഭവം ഇങ്ങനത്തെ സംഗതി. കിണറ്റിലിരുന്നുകൊണ്ട് കിണറിന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം, ഇങ്ങനെ മുക്കി കുടിക്കാനുള്ള ഭാഗ്യം അത് മൊയ്തുക്കാക്ക് തന്നെ. ഇതെന്താന്നറിയാ, ഈ സൈഡിലുള്ളതല്ലേ? ഇത് ഓവർഫ്ലോ വെള്ളമല്ലേ? അല്ല 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 അല്ല. എന്താണ് ഇതെന്താന്ന് വെച്ചാല്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കിളികൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ കിളികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കിളികളുണ്ട്. അവർക്ക് ഇവിടുന്ന് കുളിക്കാനും കുടിക്കാനുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഈ സൈഡിലുള്ള ഈ ഭാഗം അല്ലേ? ഈ സൈഡിലുള്ളത്. അത് ശരിയാണല്ലോ, നല്ലൊരു ഐഡിയ ഉണ്ടോ? കാരണം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിക്കൂലേ വെള്ളം? അപ്പോൾ നല്ല കിളികളൊക്കെ വരാറുണ്ട് അത്യാവശ്യം നല്ല? ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനുഷ്യരെ മാത്രമല്ല ചുറ്റും പരിസ്ഥിതിയെ നിങ്ങൾ എന്താ പറയാ ഒന്ന് ഗൗനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു പ്രവർത്തനത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ തരണം. കാരണം അടിപൊളി, നീ വെള്ളം കുടിക്കാൻ ആ കിളികൾക്കും ഭാഗ്യം ഉണ്ടായല്ലോ. അപ്പം മൊയ്തുക്ക, ഇത്ര നേരമായിട്ട് ഞങ്ങൾ പ്രേക്ഷകരോട് നല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെച്ചു. കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും വീണ്ടും കാണാം. ഓക്കെ.